തമിഴ്നാട്ടിൽ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. വിരുദുനഗർ സാത്തൂരിലാണ് അപകടം. മനേഷ് മൂർത്തി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനേഷ്, എപ്പോഴായിരുന്നു ഈ അപകടം? എന്താണ് അപകട കാരണം എന്നതിന്റെ സൂചനകൾ അറിവായിട്ടുണ്ടോ? വേണു, രാവിലെ 7 മണിയോട് കൂടിയാണ് ഒരു അപകടം നടക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. രാവിലെ, അതായത് ഒരു മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ അപകടത്തിൽ. ഇത് കണ്ടിയാർപുരം സ്വദേശി ഷൺമുഖരാജാണ് മരിച്ചിരിക്കുന്നത്. ഇയാൾ അവിടെ രാസമിശ്രിതം തയ്യാറാക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരം. അഗ്നിരക്ഷാ സേനയൊക്കെ നൽകുന്ന സൂചനകൾ ആ തരത്തിലാണ്. രാവിലെ എത്തി, അതായത് ഈ പടക്ക നിർമ്മാണശാലയിൽ എത്തി, അവിടെ രാസമിശ്രിതം തയ്യാറാക്കുന്നതിനിടെയാണ് ഘർഷണം ഉണ്ടാവുകയും അങ്ങനെ സ്ഫോടനം സംഭവിക്കുകയും ചെയ്തതെന്നതാണ്. ആ കെട്ടിടം പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. അഗ്നിരക്ഷാസേനയും പോലീസും അതുപോലെ തന്നെ എല്ലാവരും, നാട്ടുകാരെല്ലാം ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ അതുകൊണ്ട് തീ അണയ്ക്കാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റിടങ്ങളിലേക്കൊന്നും തീ പടരാതെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ അടുത്ത് മറ്റ് കെട്ടിടങ്ങളെല്ലാം തന്നെ ഉണ്ട്. എന്തായാലും മരിച്ചത് കണ്ടിയാർപുരം സ്വദേശി ഷൺമുഖരാജാണ്. പനയാടിപ്പട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ ഒരു അപകടം. വിരുദുനഗർ സാത്തൂരിനടുത്തുള്ള പനയാടിപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. വെമ്പക്കോട്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വർഷിണി എന്ന് പറയുന്ന ഒരു ഈ സ്വകാര്യ പടക്ക നിർമ്മാണശാലയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഗ്നിരക്ഷാസേനയും പോലീസും നൽകുന്ന വിവരങ്ങൾ അത് തന്നെയാണ്. ഇദ്ദേഹം മാത്രമാണ്, അത് അതിരാവിലെ എത്തി അവിടെ ഈ പറഞ്ഞ രീതിയിൽ രാസമിശ്രിതം തയ്യാറാക്കുന്ന പണിയിലായിരുന്നു. ആ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വേണു, ശരി. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.